പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുറച്ച മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റിന് തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി നാളെ മുതൽ എത്തണം. KSRTCയുടെ സ്ഥലങ്ങൾ നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കും. നിർദ്ദേശം ഇന്ന് ചേർന്ന യോഗത്തിലായിരുന്നു. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, MVDയുടെ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. നേരത്തെ തന്നെ ഇങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നു, സ്വന്തം വാഹനത്തിൽ വരാം, വേണമെങ്കിൽ പോലീസിന്റെ സംരക്ഷണം ലഭിക്കും എന്നൊക്കെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സമരസമിതി ഇനിയും പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാഹചര്യത്തിൽ ഈ ടെസ്റ്റ് ഈ ഒരു 5 ദിവസത്തിന് ശേഷം ഇനി പഴയ പൂർവ്വസ്ഥിതിയിൽ തന്നെ നടക്കും എന്ന് നമുക്ക് കരുതാമോ? ലക്ഷ്മി, ഏതായാലും സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റുകൾ നടക്കുന്നില്ല. 15,000-ഓളം ടെസ്റ്റുകളാണ് നിലവിൽ മുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല 1 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകർ ഇപ്പോഴും എന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും എന്ന ആശങ്കയിൽ നിൽക്കുന്നു. ഇതിൽ തന്നെ വിദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടവർ ഉൾപ്പെടെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള നിർദ്ദേശത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുന്നത്. ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേരുന്നു. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രധാനമായും യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്താനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ടെസ്റ്റിനെത്തുന്നവർക്ക് ടെസ്റ്റ് നടത്താനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും റോഡ് ടെസ്റ്റ് നടത്തുന്നതിനാണ് ചില നിയന്ത്രണങ്ങൾ ഉള്ളത്. റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ സ്വന്തം വാഹനവുമായി എത്തുന്ന അപേക്ഷകർ റോഡ് ടെസ്റ്റ് നടത്തി കാണിക്കണം. ഉദ്യോഗസ്ഥർ ഈ ഔദ്യോഗിക വാഹനത്തിൽ ഈ റോഡ് ടെസ്റ്റിൽ പോകുന്ന വാഹനത്തിനെ അനുഗമിക്കുമെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം ഈ റോഡ് ടെസ്റ്റിൽ പാസ്സായെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥൻ ആ വാഹനത്തിൽ പ്രവേശിച്ച് മറ്റു പരിശോധനകൾ നടത്തൂ. അതിന് കാരണമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങളായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ വാഹനം ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഉദ്യോഗസ്ഥന് അത് നിയന്ത്രിക്കാൻ കഴിയും. ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഒഴിവാക്കുമ്പോൾ അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വന്തം വാഹനങ്ങളുമായി എത്തുന്നവർ ആദ്യം റോഡ് ടെസ്റ്റിൽ വാഹനം ഓടിച്ചു കാണിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി വെച്ചിരിക്കുന്നത്. അത്തരത്തിലാകും നാളെ ടെസ്റ്റുകൾ നടത്തുക. ഇതിനു പുറമെയുള്ള നിർദ്ദേശം KSRTCയുടെ സ്ഥലമായിരിക്കും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ മുതൽ അത്തരം കേന്ദ്രങ്ങൾ ഉപയോഗിക്കും. അതിന് കാരണമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് 86 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണ് നിലവിൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന് ഉള്ളത്. അതിൽ തന്നെ 76 എണ്ണവും സ്വകാര്യ വ്യക്തികളുടേതാണ്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ടെസ്റ്റ് തടസ്സപ്പെടുന്നത്. അത്തരത്തിൽ ടെസ്റ്റ് തടസ്സപ്പെടാതിരിക്കാനാണ് KSRTCയുടെ സ്ഥലം കൂടി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതനുസരിച്ചാകും ടെസ്റ്റ് നടത്തുക. ഇതിനു പുറമെ പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് തന്നെ RTOമാർ പോലീസ് മേധാവികൾക്ക് കത്ത് നൽകും. ജില്ലാ പോലീസ് മേധാവികൾക്ക് കത്ത് നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ പോലീസ് സംരക്ഷണയിലാകും നാളെ ടെസ്റ്റ് പുനരാരംഭിക്കുക. എന്ത് സാഹചര്യം ഉണ്ടായാലും നാളെ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും സമരം തുടരുമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. CIT ഉൾപ്പെടെയാണ് സമരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പോലീസ് നാളെ സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമാകും. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തടയാൻ ശ്രമിച്ചാൽ അതിനെ എങ്ങനെ പോലീസ് നേരിടുമെന്നതാകും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. ഏതായാലും നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാനുള്ള തീരുമാനമായി തന്നെ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ലക്ഷ്മി, രാജീവാണ് വിവരങ്ങൾ നൽകിയത്.